കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം, കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ, യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ചെന്നിത്തലയിൽ നടന്ന TVViews മീറ്റിംഗ് വാസ് ആൻ എക്സ്പ്ലോസീവ് ഓഫ് ദ പവർ ഓഫ് ഗോഡ്. അവിടെ വന്നവരുടെ ദാഹമാണ് ഇതിൻ്റെ കാരണമെന്ന് ഉറപ്പുണ്ട് എനിക്കൊരു കാര്യം അറിയാം, ഈ ദാഹത്തോടെ ആരെങ്കിലും വന്നാൽ കർത്താവ് അങ്ങ് ഒഴിക്കും. നമ്മൾ ഓർത്ത് നോക്കി, നമ്മളൊരു പാചകം ചെയ്ത് വീട്ടിൽ ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്നൊന്നും കഴിക്കാതിരുന്ന എന്തൊരു മനപ്രയാസമാണ് എന്ന് പറയുന്ന പോലെ സ്വർഗം മുഴുവൻ റെഡിയാക്കി വെച്ചിരിക്കുമ്പോൾ ചിലർ വിമർശന ബുദ്ധിയോടെയും കളി കാണട്ടെ എന്ന് പറഞ്ഞ് വരുമ്പോൾ കർത്താവിന് എന്ത് സങ്കടമാണ്. അതേസമയത്ത് ദാഹിക്കുന്നവർ വരുമ്പോൾ ആ ദേശത്ത് കർത്താവിൻ്റെ പ്രവൃത്തി നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും തീവ്രമായി കർത്താവ് ചെയ്യാൻ തയ്യാറാണ്. അതായിരുന്നു ചെന്നിത്തലയിൽ സംഭവിച്ചത്. തോമസ് ബ്രദറിൻ്റെ മീറ്റിംഗ് മനോഹരമായിരുന്നു. അത്ഭുത സൗഖ്യങ്ങളും കർത്താവ് ഇറങ്ങി നടന്ന ഒരു മീറ്റിംഗ്. സോ ഓവർ ടു ചെന്നിത്തല TVViews മീറ്റിംഗ്. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 3 പേര് കുടുംബത്തിൽ മരിച്ചത് ഈ അസുഖം വന്ന്. ഞാൻ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. പ്രാർത്ഥിച്ചു, യേശുവെന്ന് വിളിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇല്ല, തപ്പി നോക്കിയില്ല. കാൽവറിയിൽ നടന്ന യാഗം, ആ കുഞ്ഞാടിന്റെ രക്തം, അതിലൂടെ എൻ്റെ പാപത്തിന് പരിഹാരമുണ്ട്. വായിക്കുന്നു, യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം തൻ്റെ ശിഷ്യഗണങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറയണം. അപ്പം സുവിശേഷം സകലർക്കുമുള്ളതാണ്. കർത്താവ് ഇങ്ങനെ പറഞ്ഞില്ല, ഇന്ന ഭാഷക്കാരോട് പറ, ഇന്ന ജാതി മതസ്ഥരോട് പറയാൻ പറഞ്ഞില്ല. സകലർക്കും വേണ്ടിയാ ഞാൻ ഈ നല്ല കാര്യം ചെയ്തത്. സകലർക്കുടെയും പാപമാണ് ഞാൻ ഏറ്റെടുത്തത്. സകലരുടെയും പാപത്തിന് പരിഹാരമായിട്ടാണ് ഞാൻ കഷ്ടമനുഭവിച്ചത്. അവരുടെ കയ്യിൽ ആണി അടിക്കപ്പെടേണ്ട സ്ഥാനത്താണ് എൻ്റെ കയ്യിൽ ആണി അടിച്ചത്. അവർ ശാപം ചുമന്നത് കൊണ്ടാണ് അവരുടെ ശാപത്തെ മുൾക്കിരീടമായി ഞാൻ വഹിച്ചത്. അവർക്ക് സൗഖ്യമുണ്ടാകാനാണ് ഞാൻ അടിപ്പിണരേറ്റത്. അവർ നീതീകരിക്കപ്പെടുവാനാണ് ഞാൻ പാപമാക്കപ്പെട്ടത്. അവർ സ്വതന്ത്രരാകാനാണ് ഞാൻ ബന്ധിക്കപ്പെട്ടത്. അവർ പിശാചിനെ കീഴടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്രൂശ് മരം ചുമന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതിൻ്റെ മേലെല്ലാം ജയമെടുത്തിട്ട് പറയുകയാണ്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം, ഈ സദ്വർത്തമാനം സകല മാനവജാതിക്കും ഇത് സദ്വർത്തമാനമാണ്. ദിസ് ഈസ് എ ഗുഡ് ന്യൂസ് ഫോർ ഓൾ. എല്ലാവരോടും പറയണം, നിങ്ങൾക്ക് വേണ്ടി ഒരുവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അവനിൽ വിശ്വസിക്കുന്നവന് പാപമോചനമുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. മരണത്തെ പേടിക്കണ്ട. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരണം കാണുകയില്ല. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവനാകും. ആമേൻ. ഈ സദ്വർത്തമാനം എത്ര മഹാഭാവിയായിക്കൊള്ളട്ടെ, ജീവിതം മുഴുവൻ നശിപ്പിച്ച വ്യക്തിയായിക്കൊള്ളട്ടെ, എൻ്റെ പാപമോചനയാഗത്തിലും ഞാൻ ഉയർത്തെഴുന്നേറ്റെന്നും വിശ്വസിച്ചാൽ ആ വ്യക്തിയുടെ പാപം മുഴുവൻ എൻ്റെ മേൽ കണക്കിടും. ആമേൻ. ഇനി ദൈവത്തിൻ്റെ ആ ന്യായ സിംഹാസനത്തിന് മുമ്പിൽ എല്ലാവരും അവിടെ നിൽക്കേണ്ടി വരുമെന്നാണ് വചനം പറയുന്നത്. അവിടെ വരുമ്പോൾ നിങ്ങളുടെ പാപം അവിടെ ചോദിക്കപ്പെടത്തില്ല. ഏത് മഹാപാപിയുടെയും പാപം ക്ഷമിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സദ്വർത്തമാനം. ദിസ് ഈസ് ദ ഗുഡ് ന്യൂസ്. ഇനി ദൈവം മുമ്പിൽ നിങ്ങൾക്ക് ന്യായവിധി ഇല്ല. റോമർ 8:1 പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ
ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധിയുമില്ല. ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ആ കുരിശിൽ കിടന്ന കള്ളന്മാരെ രണ്ടുപേരെയും അന്നത്തെ നിയമം ശിക്ഷ വിധിച്ചു. അത് ഇന്നും നിയമത്തിന് മുമ്പിൽ നമ്മൾ കുറ്റവാളികളാണോ? ശിക്ഷിക്കപ്പെട്ടേ ഒക്കൂ. കോടതി ശിക്ഷിച്ചു. എന്നാൽ കർത്താവ് പറയാണ്, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലിരിക്കും. ഇന്ന് നീ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ന്യായം വിധിക്കപ്പെടുമെന്നല്ല പറഞ്ഞത്. എന്നിൽ നീ ആശ്രയിച്ചുവെന്ന ഒറ്റ കാരണത്താൽ നിന്റെ പാപങ്ങളും നിന്റെ ശാപങ്ങളും. പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ശിക്ഷകളെ പേടിച്ച മനുഷ്യൻ ഓടുന്നതല്ലേ എങ്ങനെങ്കിലും കോടതിയുടെ കയ്യിൽ നിന്ന് വിടുതലാകാൻ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് വിടുതലാകാൻ മനുഷ്യൻ എന്തൊക്കെ കാണിക്കുന്നു, രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഇവിടെ രക്ഷപ്പെടാൻ അല്ല വാസ്തവത്തിൽ ശ്രമിക്കേണ്ടത്. ദൈവകോപം ഒരു ദിവസമുണ്ട്, ദൈവ ന്യായവിധി ഒരു ദിവസമുണ്ട്. സകല മനുഷ്യരും ദൈവസിംഹാസനത്തിന് മുമ്പിൽ ന്യായവിസ്താര സഭയിൽ വന്നേ ഒക്കത്തുള്ളൂ. ആ ന്യായവിസ്താര കോടതിയുടെ ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൗണ്ടർ എൻ്റെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അതിനാ മനസാക്ഷി എന്ന് പറയുന്നത്. ഞാൻ പോലീസിനെ കളിപ്പിച്ചാലും, അപ്പനെ കളിപ്പിച്ചാലും, ഭർത്താവിനെയോ ഭാര്യയോ കളിപ്പിച്ചാലും, ടീച്ചറെ കളിപ്പിച്ചാലും, നിയമത്തെ കളിപ്പിച്ചാലും, എൻ്റെ അകത്തൊരു കോടതി എന്നോട് പറയും, നീ കള്ളനാടാ, നീ തെറ്റുകാരനാടാ. അതെന്താണെന്നറിയോ? ദൈവകോടതിയുടെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ എൻ്റെ നിങ്ങളുടെ അകത്തുണ്ട്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞിട്ട്, ദൈവകോടതിയുടെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ എവിടെ ഉണ്ട്? അല്ലേ? ഇവിടുത്തെ കോടതിയിൽ നിന്നൊരു വിധി ഞാൻ സമ്പാദിക്കുക, ഞാനൊരു കുഴപ്പക്കാരനല്ല. ഇവിടുത്തെ പാസ്റ്റർമാരും അച്ഛന്മാരും എല്ലാം കൂടെ എനിക്കൊരു സൽപ്പേര് തന്നു. തോമസ് ഊട്ടിയെ പോലെ നല്ലവനാരുമില്ല. എൻ്റെ ടീച്ചർമാരും എല്ലാവരും തന്നാലും എൻ്റെ അകം എന്നെ വെറുതെ വിടത്തില്ല. ആ മനസാക്ഷിയുടെ കോടതി എന്ന് പറയുന്നത് നമ്മളേവരും നിൽക്കാൻ പോകുന്ന ന്യായവിസ്താര ദിവസത്തിൻ്റെ ആ കോടതിയുടെ ഒരു എക്സ്റ്റൻഷൻ കൗണ്ടർ നമ്മുടെ അകത്ത് തന്നിരിക്കുകയാണ്. എന്നാൽ അവിടുന്ന് പോലും നമ്മളെ രക്ഷിക്കുന്ന ഒന്നുണ്ട്, അതാണ് യേശുവിൻ്റെ രക്തം. അതാണ് എബ്രായ ലേഖനം പറയുന്നത്. തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ദൈവകുഞ്ഞാടായ ക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ പോലും പാപമില്ലാതെ ശുദ്ധീകരിക്കും. ഞാൻ കുഴപ്പക്കാരനാ, ഞാൻ തെറ്റുകാരനാ, ആ ഗിൽറ്റി കോൺഷ്യൻസ്, അപരാധ ബോധം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുന്ന ഈ ലോകത്തിൽ ഒരു പുണ്യകർമ്മവുമില്ല. നോ, ഞാൻ ആരാധിക്കുന്ന സ്ഥലത്ത് വന്ന് ആരാധനയിൽ കൂടിയാൽ ഈ മനസാക്ഷിയിലെ പാപക്കറ പോകില്ല. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ മുക്കിയാലും പോകില്ല. യേശുവിൽ വിശ്വസിക്കുന്ന നിമിഷം അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി, എൻ്റെ മനസാക്ഷിയിൽ നിന്ന് പോക്കി എന്നെ വിശുദ്ധീകരിക്കും. ഓ, ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ആ ക്രിസ്തുവിലൂടെയുള്ള യേശുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണം കണ്ടുകൊണ്ട് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുക, നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. പൗലൂസ് എന്ന് പറഞ്ഞ കൊലപാതകി അപ്പോസ്തലനാക്കിയ യേശുവിൻ്റെ രക്തം, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ മാന്യയാക്കിയ യേശുവിൻ്റെ രക്തം, കുരിശിൽ കിടന്ന കള്ളനെ പറുദീസായിൽ സ്ഥാനം കൊടുത്ത യേശുവിൻ്റെ രക്തം, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ആ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്ന. ഒരു വ്യക്തി പറഞ്ഞ് മഹാപാപികൾക്ക് രക്ഷപ്പെടാൻ പിന്നെ എളുപ്പമാണ്. എന്നാൽ വേറൊരു പാപികളുണ്ട്, വെളുത്ത പാപികൾ. ശരീരം വെള്ളയല്ല എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, അടിപിടിക്ക് പോയിട്ടില്ല, ആരുടെയും കട്ടെടുത്തിട്ടില്ല, ആരുടെയും അതിരുമാന്തിട്ടില്ല, ആരാധനയ്ക്കൊക്കെ പോകുന്നുണ്ട്, വേണ്ടാതീനൊന്നും കാണിച്ചിട്ടില്ല. അവർക്കാ കുറച്ചുകൂടെ ബുദ്ധിമുട്ട്. കാരണം എന്നാണെന്നറിയാമോ? അവരുടെ വിചാരം ഇന്നവരെക്കാളും ഇന്നവരെക്കാളും ഞാൻ നല്ലതാണല്ലോ എന്ന്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞു, പക്ഷെ ആ സ്കെയിലല്ല ദൈവം ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു.
ദൈവത്തിൻ്റെ ധാർമ്മികത തിരുവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചെയ്യാതിരുന്നത് കൊണ്ട് ഞാൻ തെറ്റുകാരനാകാതിരിക്കത്തില്ല എന്ന് ക്രിസ്തു പറഞ്ഞു. സ്ത്രീയെ മോഹിക്കുവാൻ ഹൃദയത്തിൽ മോഹം തോന്നിയവൻ തന്നെ തെറ്റ് ചെയ്തു കഴിഞ്ഞു, വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അവൻ കൊള്ളരുതാത്തവൻ എന്നൊരു വാക്ക് അയാൾ അങ്ങനെ ചെയ്തു, അയാൾ എന്ന് ഞാൻ സഹോദരനെ ദുഷിച്ചപ്പോൾ തന്നെ ഞാൻ കൊലപാതകം ചെയ്തു കഴിഞ്ഞു. ഈ ലോകത്തിൽ നമ്മളൊക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞായിരിക്കും സ്വയം നല്ലവരായി അഭിമാനിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, തിരുവചനം ചെയ്യാത്തവരെ മാത്രമല്ല, മനസാക്ഷി എൻ്റെ ഉള്ളിൽ പോലും എൻ്റെ ചിന്തകളിൽ പോലും എന്നെ പെർഫെക്റ്റ് ആക്കുന്നതാണ്. ദൈവത്തിൻ്റെ ആ പെർഫെക്ഷൻ ചോദിക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. പഴയ ന്യായപ്രമാണമല്ല, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം. അവിടെ എത്താൻ നമുക്ക് പറ്റുമോ? എൻ്റെ ചിന്തയെപ്പോലും ഒരു തെറ്റും വന്നിട്ടില്ലെന്ന് പറയാൻ പറ്റുന്ന ആരിലും ഈ ഹാളിലുണ്ടോ? ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എന്നെ ഒന്ന് കാണണം. നിങ്ങളെ ഒരു കണ്ണാടിക്കൂട്ടിലിടാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല, അല്ലേ? സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ ദൈവ മുമ്പിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല. എന്നാൽ ഈ മുഴുവൻ പാപികളെയും യേശുവിൻ്റെ രക്തം വിശുദ്ധീകരിക്കും. കുരിശിൽ കിടന്ന കള്ളനും നല്ലവനായി അറിയപ്പെട്ട കൊർന്നല്യോസിനും യേശുവിൻ്റെ രക്തം ആവശ്യമാണ് വിടുവിക്കപ്പെടാൻ. കൊർന്നല്യോസിനെ കുറിച്ച് പറയുമ്പോൾ നീതിമാൻ, എപ്പോഴും പ്രാർത്ഥിക്കുന്നവൻ, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ, ഒരു കുഴപ്പവും കാണിച്ചിട്ടില്ലാത്ത ഒരു പട്ടാള മേധാവി. എല്ലാവരും അങ്ങേരൊരു നല്ല മനുഷ്യനാ കേട്ടോ, പൊതുക്കാര്യ പ്രസക്തന, ആർക്കൊരു ദോഷവും ചെയ്യത്തില്ല എന്ന് പറഞ്ഞ ആളോടും പരിശുദ്ധാത്മാവ് ദൂതനെ വിട്ടിട്ട് പറയുക, നിന്റെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് പത്രോസിനെ വരുത്തി യേശുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള പ്രസംഗം കേൾക്കുവിൻ. ലോകക്കാരുടെ നോട്ടത്തിൽ അദ്ദേഹം ഒരു പാപിയേ അല്ല, എന്നാൽ ദൈവത്തിന് മുമ്പിൽ നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ന്യായവിധിയിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിക്കും. യേശുവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിത്യന്യായവിധിയിൽ നിന്നും കർത്താവ് നമ്മളെ വിടുവിക്കുക. അതാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ പവർ. യേശു പറഞ്ഞ, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പറയണം. ആമേൻ. ഒരു പുണ്യകർമ്മത്തിനും ഒരു പുണ്യ സ്ഥലത്തിനും ഒരു പുണ്യ വ്യക്തിക്കും തരുവാൻ കഴിയാത്ത ആ കഴുകൽ കുഞ്ഞാടിൻ്റെ രക്തത്തിന്, യേശുവിൻ്റെ രക്തത്തിന് ചെയ്യുവാൻ കഴിയും. ക്രിമിനലിനെയും ലോകപ്രകാരം നല്ലവനെന്ന് പറഞ്ഞ വ്യക്തിയെയും ഒരേ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിയോടും ഈ സുവിശേഷം പറയണം. എന്താണ്? അവരുടെ പാപം മോചിക്കും, അവർക്ക് ന്യായവിധിയിൽ നിന്ന് വിടുതലുണ്ട്, അവർക്ക് നിത്യജീവനുണ്ട്, മരണത്തെ പേടിക്കേണ്ടിനി, എൻ്റെ കൂടെ നിത്യയുഗങ്ങൾ വാഴാം. ഈ സുവിശേഷം നിങ്ങൾ പറയണം. എന്നിട്ട് പറയുന്നു, വിശ്വസിക്കുന്നവർ രക്ഷ പ്രാപിക്കും. മർക്കോസ് 16 പറയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത വാക്യം, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ക്രിമിനൽ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് നമ്മുടെ ഇല്ല, വ്യഭിചാരിണി ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് നമ്മുടെ ഇല്ല, തെറ്റ് ചെയ്തവരെല്ലാം ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് നമ്മുടെ ഇല്ല. പിന്നെ പാപമോചനത്തിനുള്ളൊരു മാർഗം കേട്ടിട്ടും ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവർ മാത്രം ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കാന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് ഏറ്റെടുക്കാത്തവർ, അതെ ഇതിലൂടെ എനിക്ക് രക്ഷ വേണം എന്ന് പറയുന്ന ആരും ശിക്ഷാവിധിയിൽ അകപ്പെടത്തില്ല. ഈ സിസ്റ്ററിന് എന്തായിരുന്നു പ്രയാസം? എനിക്ക് കാലിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, മസിൽ ഉരുണ്ട് കയറി ഭയങ്കര വേദനയായിരുന്നു, നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എല്ലാ ദിവസവും രാവിലെ 6:30 സൂര്യ ടിവിയിലെ പിന്നെ പ്രോഗ്രാം കാണുമായിരുന്നു. അങ്ങനെ കണ്ട് തോമസ് കുട്ടി ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നു, ഒരു സഹോദരിയെ പിന്നെ മസിൽ ഉരുണ്ട് കയറി വേദന അനുഭവിക്കുന്ന ഒരു സഹോദരിയെ
കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ആ നിമിഷം എനിക്ക് സൗഖ്യം പ്രാപിച്ചു. ഞാൻ എഴുന്നേറ്റ് തുള്ളിച്ചാടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അവിടെ വെച്ച് തന്നെ എൻ്റെ ഭവനത്ത് വെച്ച് തന്നെ എഴുന്നേറ്റ് തുള്ളിച്ചാടി ഞാൻ നടന്ന് അവിടെ എല്ലാം കർത്താവിന് നന്ദി പറഞ്ഞ് നടക്കുമായിരുന്നു. എങ്കിലും ഞാനിങ്ങനെ പിടിച്ചോണ്ടായിരുന്നു, അമ്മക്ക് പിടിച്ചോണ്ടാണ് നടക്കുന്നത്. എവിടെയെങ്കിലും ഇരുന്നാൽ ഞാൻ അമ്മക്ക് കസേര വെച്ചോണ്ടായിരിക്കുന്നത്. എനിക്ക് എനിക്ക് ഇപ്പൊ 1 വർഷമായി എനിക്ക് സൗഖ്യം ലഭിച്ചിട്ട്. ഞാൻ ഇന്ന് വരെ സാക്ഷ്യം. രോഗം എനിക്ക് 1.5-2 മാസത്തോളം എനിക്ക് വേദനയായിരുന്നു. ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കഴിച്ചെങ്കിലും എനിക്ക് ഒരു കുറവും ഉണ്ടായില്ല. ഞാൻ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗഖ്യം ലഭിച്ചു. പിന്നെ ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എനിക്ക് 10 വർഷത്തിൽ കൂടുതലായിട്ട് നടുവേദനയായിരുന്നു. അത് കഴിഞ്ഞ ഞായറാഴ്ച എനിക്ക് തിങ്കൾ ചൊവ്വ 3 ദിവസം ഭയങ്കര അതിവേദന എന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയും അതിൻ്റെ കൂടെ ശരീരത്തെ വിറയലും ഉണ്ടായി. വൈകിട്ടാകുമ്പോഴത്തെ ഭയങ്കര വിറയില്ല. ഞാൻ അവിടുന്ന് പെട്ടെന്ന് ഓടിച്ചെന്ന് അടുപ്പിനകത്തി ചിരട്ട വാരിയിട്ട് എരിച്ചിട്ട് അതിൻ്റെ മുമ്പിലിരുന്നു. എന്നിട്ടും എനിക്ക് വിറയൽ മാറുന്നില്ല. 7:30 കഴിഞ്ഞു. അപ്പോൾ വീട്ടിൽ TV വെച്ച് ആ അടുപ്പിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ കേട്ടു തോമസ് കുട്ടി ബ്രദർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ടും പുതിയ അവയവങ്ങൾ ഉണ്ടാകുന്ന ഒരു ആളിൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടു. ഞാൻ അവിടെ നിന്ന് നടക്കാൻ വയ്യായെങ്കിലും അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച എനിക്ക് അതിവേദനയൊന്ന് നിർത്തിത്തരണേ എൻ്റെ യേശുവേ, എനിക്ക് ഇന്ന് രാത്രിയിലെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ എനിക്കൊരു സാവകാശം തരണമേ എന്ന് പ്രാർത്ഥിച്ചു. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മുങ്ങി കുളിച്ചതുപോലെ ഞാൻ വിയർത്തു. ആ വിയർത്ത് പിന്നെ ഈ സമയം വരെയും എൻ്റെ കർത്താവേ എനിക്ക് നടുവിന്റെ വേദന ഉണ്ടായിട്ടില്ല. സൗഖ്യം എനിക്ക് കിട്ടി. തൊട്ടു സൗഖ്യം. താൻ ക്യാൻസറിൻ്റെ രോഗത്താൽ വളരെയധികം ഭാരപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഈ സഹോദരി ശോഭ സിസ്റ്റർ. താൻ ചെങ്ങന്നൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വർക്ക് ചെയ്യുക. തനിക്ക് ഒരു ദിവസം ബ്രസ്റ്റിൽ അസ്വസ്ഥത തോന്നിയിട്ട് താൻ ഡോക്ടറെ പോയി കാണാൻ പോയി. എന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തനിക്ക് മനസ്സിലായി, ഡോക്ടർ പറഞ്ഞു ഇത് ക്യാൻസറിൻ്റെ ആരംഭമാണ്, പെട്ടെന്ന് കാരിത്താസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അവിടേക്ക് റെഫർ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജ് ആയിരുന്നല്ലേ? 4th സ്റ്റേജ് ആയിരുന്നു. അവിടുത്തെ കാരിത്താസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ ജോജോ വി ജോസഫിനെയും സഞ്ജു ഡോക്ടറെയും ഇവരെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് എടുത്ത് കഴിഞ്ഞ് അത് ബ്രസ്റ്റ് എടുത്ത ഭാഗം കുത്തിക്കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വിട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും ബ്രസ്റ്റിൻ്റെ ഭാഗം വീണ്ടും വീർപ്പ് വന്നു. അവിടെ കീറി ട്യൂബും ബാഗും വെച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബ്രസ്റ്റ് വീണ്ടും പഴുക്കുകയാണ്. പഴുത്ത് പഴയതുപോലെ തന്നെ മുഴ പോലെ തന്നെ പിന്നെയും വന്ന് പഴുപ്പും ചോരയായിട്ട് പിന്നെ എനിക്ക് ഭയങ്കര വേദനയും മരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക്. സഹോദരി പറയുന്നത് താൻ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുമ്പം ഈ പഴുപ്പും ദശയും കൂടെ ആ കഞ്ഞിയിലേക്ക് വീണിട്ട് കഞ്ഞി പല പ്രാവശ്യം എടുത്ത് കളയുമായിരുന്നു. അത്രയ്ക്ക് മോശമായ ആ സ്ഥിതിയായിരുന്നു. പഴുപ്പും ചോരയും കഞ്ഞി കൊടുക്കുന്ന കൂട്ടത്തിൽ ആ കഞ്ഞിയിലോട്ടാണ് പഴുപ്പും ചോരയും ആ ദശയും വീഴുന്നത്. അങ്ങനെ ഇരുന്ന കൂട്ടത്തിൽ ഒരു പ്രാവശ്യം ഈ ശോഭയുടെ എൻ്റെ ഭാര്യയുടെ അളിയൻ്റെ മോളെ വന്നിട്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ പൊക്കോളാൻ പറഞ്ഞു. ഇവിടെ പ്രാർത്ഥിക്കൊന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. ഈ അസുഖമായിട്ടിരിക്കുമ്പോൾ തന്നെ താൻ കർത്താവിനെ അറിയുന്നൊരു വിഭാഗത്തിൽപ്പെട്ട ആളല്ല. എന്നാൽ താൻ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന മറ്റേ സഹോദരി, നമ്മുടെ സ്വർഗീയത്തിൻ്റെ ഒരു സഹോദരിയാണ്, തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന കണ്ടപ്പം ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറക്കി വിട്ടു. ഭർത്താവ് ഒത്തിരി വഴക്കൊക്കെ പറഞ്ഞ് നീ ഇവിടെ പ്രാർത്ഥിക്കേണ്ട ഇറക്കി വിട്ടുമൊക്കെ. പിന്നെ അവർ ഭർത്താവ് കാണാതെ മുറി അടച്ചിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പിന്നെ എനിക്ക് കുറവായി വരുമായിരുന്നു. അങ്ങനെ സമയത്ത് ഞാൻ തിണ്ണയ്ക്കിരിക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസം അതിശക്തമായ ഒരു വെട്ടം എൻ്റെ മുറിക്കകത്തോട്ട് വരികയും അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മണം, അതിശക്തമായൊരു വെട്ടവും അതിൻ്റെ കൂടെ ഒരു മണവും, ആ മണം പറഞ്ഞു പറ്റാൻ വയ്യാത്ത രീതിയിൽ ആ മുറിക്കകത്ത് വ്യാപിച്ച് എൻ്റെ ഭാര്യ കിടക്കുന്ന മുറിയിലോട്ട് ചെല്ലുകയും. സഹോദരനി ഈ വെളുപ്പിനെയാണോ ഇത് കണ്ടെന്ന് പറയുന്നത്? രാത്രി 1:30-2 മണിയോളം അടുത്ത്. അപ്പം ഉറങ്ങിയിട്ടില്ല. കാരണം 3 മാസം കൊണ്ട് ഞങ്ങൾ ഉറക്കളച്ച് കിടക്കുക. കാരണം ഇന്ന് മരിച്ചു പോകും, നാളെ മരിച്ചു പോകും എന്നുള്ള അവസ്ഥയിലായിരുന്നു. 3 പേര് കുടുംബത്തിൽ മരിച്ചത് ഈ അസുഖം വന്ന്. 4ാമത്തെ ഞാൻ. എനിക്ക് മനസ്സിലായത് ഈ സഹോദരി ഈ അവസ്ഥയിലായതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറങ്ങാതിരിക്കുമായിരുന്നു. കാവലിരിക്കുമായിരുന്നു.
എപ്പോഴാണ് താൻ മരിക്കുന്നതെന്ന് അറിയത്തില്ല. അതിനുവേണ്ടി കാവലിരിക്കുകയായിരുന്നു പലപ്പോഴും ആൾക്കാർ മാറി മാറി. ആ അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് ക്ലിയർ ആയി. ഓക്കെ. എന്നിട്ട് അങ്ങനെ കാവലിരിക്കുമ്പോൾ രാത്രിയിൽ ഈ വെളിച്ചം കാണും. കാവലിരിക്കുന്ന സമയത്താണ് ഒരു വെള്ളിയാഴ്ച ദിവസം അതിശക്തമായ രീതിയിൽ ഒരു വെട്ടം മുറിക്കകത്തോട്ട് കയറി വരികയും അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു മണം വന്ന് ആ മുറിക്കകത്ത് കയറി വ്യാപിച്ചിട്ട് ഇവള് കിടന്ന മുറിയിലോട്ട് ചെല്ലുകയും. ഇത് സഹോദരൻ കണ്ടോ? ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, തിണ്ണയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ്. ആ സമയത്ത് സംഭവിച്ച സഹോദരി പറയുന്നല്ലേ പറഞ്ഞു? എന്തുവാ സംഭവിച്ചു? മാറിൽ ഇങ്ങനെ ആരോ വന്ന് തൊടുന്നതായിട്ട് എനിക്ക് അറിഞ്ഞു. ഇതേ സമയത്ത് എൻ്റെ മാറിൽ ഇങ്ങനെ വന്ന് കൈ പതിക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ദാഹിച്ചപ്പോൾ എൻ്റെ വായിൽ വെള്ളം ഒഴിച്ചു തന്നു. ആ സമയത്ത് ഈ സഹോദരി ബ്രദറിനോട് ഇതുവല്ലോ പറഞ്ഞോ? ആ സമയത്ത് പറഞ്ഞില്ല. പുള്ളി വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനും മോളും ഇതിനകത്ത് വന്നിട്ടുള്ളായിരുന്നു. ഭർത്താവിന് വിശ്വാസം ഇല്ലായിരുന്നു. അങ്ങനെ വെട്ടം കണ്ടതോടുകൂടി പുള്ളിക്ക് പിന്നെ വിശ്വാസമായി. യഥാർത്ഥത്തിൽ തനിക്ക് ഭയമായിരുന്നു പറയാനായിട്ട്. അതുകൊണ്ട് താൻ പറഞ്ഞില്ല. ഡോക്ടറുടെ അടുക്കൽ പോയി ഡോക്ടർ ഇത് കണ്ട ശേഷമാണ് ഈ വ്യക്തിയെ വിളിച്ചിട്ട് പറയുന്നത്. ഇനി അന്നേരം ഇദ്ദേഹം ഇത് വെളിപ്പെടുത്തിയത്. അപ്പം സഹോദരൻ ഇത് കണ്ടെങ്കിലും ഇത് മിണ്ടാതിരിക്കില്ല. എന്താണെന്നുള്ള എനിക്കറിയത്തില്ലായിരുന്നു. കൊടുക്കാങ്ങിയിരുന്ന കൂട്ടത്തിൽ ഒരു വെളുപ്പിനെ എണ്ണീച്ച് 3 പേര് കൂടി വേണം ബാത്റൂമിൽ കൊണ്ടുപോകാനും ആശുപത്രി കൊണ്ടുപോകാനെല്ലാം എടുത്തോണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങേരുന്ന സമയത്ത് തൊട്ടെന്ന് പറഞ്ഞതിൻ്റെ അന്ന് വെളുപ്പിനെ വന്ന് പല്ല് തേക്കുന്ന നമ്മൾ തന്നെ ഇണ്ടിച്ചെന്ന് ബാത്റൂമിൻ്റെ ഇവിടെ ചെന്ന് പല്ല് തേക്കും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഉറങ്ങിയില്ലയോ? ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു, ഓളി കുറച്ച് വെച്ച്. അപ്പോൾ എന്നോട് ചോദിച്ചു ഉറങ്ങിയില്ലയോ എന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചത് ആരാ, ചേട്ടത്തിയാണോ എന്നോട് സംസാരിക്കുന്നത് ചോദിച്ചു. ഞാൻ ചരിഞ്ഞ് നോക്കിയപ്പോൾ ഇവളാണ്. ഞാൻ ഉടൻ തന്നെ എൻ്റെ മരുമോനെ വിളിച്ചു. എന്നെ പറഞ്ഞു, പിടിയും നമുക്ക് ആശുപത്രിയിൽ പോകണം, വണ്ടി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞേ? കാരണം എൻ്റെ കുടുംബത്തിൽ 3 പേര് മരിച്ചതാണ്. ആ ചേട്ടത്തി നേരെ മൂത്ത ചേട്ടത്തി മരിച്ചപ്പോൾ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ എല്ലാവരോടും വന്ന് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മരിക്കുന്നത്. അപ്പം അങ്ങനെ മരണത്തിലേക്ക് അടുക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കുക എന്നുള്ളൊരു പേടിയുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് ജോജോബി ജോസഫിനെ കയറി കണ്ടു. കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ കയറി ജോജോബി ജോസഫിനെ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ ബ്രസ്റ്റ് നൈറ്റിയോട് കൂടി ഏറ്റുകൊണ്ട് പോയി. ഓപ്പൺ നൈറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ ബാറ് തുറന്നു പോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് കണ്ടു ഇത് പരിപൂർണമായിട്ടും ഒരു ബോൾ ആകൃതിയിലായിരുന്നു. ബോളിൻ്റെ ആകൃതിയിൽ തുണി അകത്ത് വെച്ചിരുന്നാണ് ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. ആ തുണി ഇരുന്നിടം മൊത്തം പരിപൂർണമായും ദശ മൂടി. ഡ്രസ്സ് ചെയ്യാനായിട്ട് 1 കിലോ പഞ്ഞിയോളം വേണമായിരുന്നു പറയുന്നത്. അവിടെ വെക്കണം ഒരു റോള് പോലെ ഉരുട്ടി വേണമായിരുന്നു ബ്രസ്റ്റിനകത്ത് വെക്കാൻ. ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതുപോലെ അള്ളയായിരുന്നു ബ്രസ്റ്റ്. അത് കഴിഞ്ഞ ശേഷം ആ ബ്രസ്റ്റാണ് ഒരു രാത്രി കൊണ്ട് എന്തുവാ സഹോദരിക്ക് സംഭവിച്ചതെന്ന്? അന്നിങ്ങനെ എനിക്കിങ്ങനെ ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. ഞാൻ അന്ന് രാത്രി ഇപ്പോൾ എൻ്റെ ഭർത്താവ് വെട്ടം കണ്ടെന്ന് പറഞ്ഞു. അന്നേരം എനിക്കങ്ങ് തൊണ്ടയങ്ങ് വരളെന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ഉറക്കളയ്ക്കുമായിരുന്നു. അന്നേരം എൻ്റെ കർത്താവ് എനിക്ക് ആരും ഇച്ചിരി വെള്ളം പോലും തരാനില്ലല്ലോ. അങ്ങനെ ഇപ്പം എൻ്റെ വായിൽ വെള്ളം ഒഴിച്ച് അതിന് മുമ്പായി എൻ്റെ ഈ മാറിനെ കൈ തൊട്ടത്. അത് കഴിഞ്ഞ് വായിൽ വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് ഞാൻ വെള്ളം കുടിച്ച് സുഖമായിട്ട് ഞാൻ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എണ്ണിട്ട് ഞാൻ പഴയതുപോലെ ജോലികളൊക്കെ ചെയ്യും, എൻ്റെ പല്ല് തേക്കും എടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എൻ്റെ ഭർത്താവിന് സംശയം തോന്നി. പെട്ടെന്ന് പറഞ്ഞു എൻ്റെ ചേച്ചി ഈ അസുഖം വന്നപ്പോൾ ഇങ്ങനെ നടക്കുകയും ഭർത്താവിനും പറയും. അന്നേരം പറഞ്ഞു മരുമോനോട് പറഞ്ഞു എളുപ്പം പോകണം, നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം, ഇവളെന്ത് കാണിക്കുന്ന അറിയത്തില്ല, ഇനി മരിക്കാനോ വല്ലോ അന്നൊന്നും പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം നോക്കി മുറിവെല്ലാം നല്ലതായിട്ട് ഉണങ്ങി, ഒരു കുഴപ്പവും ഇല്ല. ഡോക്ടർ എന്ത് പറഞ്ഞു? ഡോക്ടർ അന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. അപ്പോൾ ഇവളോട് ചോദിച്ചു, ഡോക്ടർ ചോദിച്ചു ഇതെന്താ ശോഭ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഇവൾ അങ്ങനെ ഡോക്ടർ ചോദിച്ചോ? അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിയോ? അത്ഭുതം തോന്നി. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്താ ശോഭ ഇങ്ങനെ ആയെന്ന് ചോദിച്ചെന്നെ പറഞ്ഞു, ഡോക്ടറെ ഞാൻ യേശുവിനെ വിളിച്ചു, രാത്രിയിൽ യേശു എൻ്റെ അടുത്ത് വന്നു, എൻ്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ തൊട്ടു, അത് കഴിഞ്ഞ് ദാഹിച്ചപ്പോൾ ഞാൻ വെള്ളം ചോദിച്ചു, അതെനിക്ക് ഒഴിച്ചു തന്നു. അപ്പോൾ ഇത് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, ഞാനും എൻ്റെ മരുമോനും. അപ്പോൾ എന്നോട് പറഞ്ഞു അവരുടെ ഇത് യേശുവിലോട്ട് വിശ്വാസം ഉണ്ടെന്ന് വരിൽ അതൊരിക്കലും വിടരുത്, അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ ഈ ഡോക്ടർ പറഞ്ഞു ആ വിശ്വാസത്തിൽ എതിരെ നിൽക്കരുതെന്ന് പറഞ്ഞു.
അന്ന് തൊട്ട് ഞങ്ങൾ യേശുവിനെ അറിഞ്ഞ് ഞങ്ങൾ ജീവിക്കുന്നു. ഈ സംഭവം എന്നാ ഉണ്ടായപ്പോൾ എത്ര നാളായി? ഇപ്പം 2013 2013. ഇത് 2013 സംഭവം. ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇല്ല, ഒരു കുഴപ്പമില്ല. ഞാനിപ്പം ചെക്കപ്പിനൊക്കെ പോകുന്നുണ്ട്. എനിക്ക് അസുഖമൊന്നുമില്ല, എന്നാലും ചെക്കപ്പിന് ഞങ്ങൾ മുറക്കി പോകുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ജോലിയെല്ലാം ചെയ്യും, ഞാൻ എല്ലാ ജോലിയും ഞാൻ ചെയ്യും. എനിക്കൊരു കുഴപ്പവും ഇല്ല. ഈ കണ്ട അതേ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ കർത്താവ് നിറഞ്ഞാൽ നിൽക്കുന്നത്. ഇന്ന് ദാഹിക്കുന്നുണ്ടോ? കർത്താവിന് വേണ്ടി ഇനിയും വേണോ? ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ഹിം. ഇറ്റ് വിൽ ഹാപ്പൻ ഫോർ യു. പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തോത്രം യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കാണുന്ന ഓരോരുത്തരും ഞങ്ങൾ ഒരു കുടുംബമാണല്ലോ കർത്താവേ. അങ്ങയിൽ നിന്നും ഇനിയും പ്രാപിക്കുവാൻ, അങ്ങയിൽ നിന്നും നിറവിൻ്റെ മേൽ നിറവ് ലഭിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. സകല നന്മകളാൽ നിറയ്ക്കണം, അനുഗ്രഹിക്കണം. യേശുനാമത്തിൽ തന്നെ ആമേൻ. നാളെ വീണ്ടും കാണും വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഭയമെന്തിന് വാഗ്ദത്തവും തന്നില്ലയോ? യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. നദികളായി കൃപ ഒഴുകിയെത്തുന്നതാ തന്നിറവിനാ കവിഞ്ഞൊഴുകുമീ അനുഗ്രഹം നിറയണം ഈ ഭൂതലം. യേശുവേ അറിയണം, കവിഞ്ഞൊഴുകണം ഈ അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ, ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. യേശുവിൻ